ക്രിക്കറ്റ് അറിയപ്പെടുന്നത് ജെന്റിൽമാൻ ഗെയിം എന്നാണ്. എന്നാൽ അതൊന്നും കളിക്കളത്തിൽ അധികം കാണാറില്ല എന്നതാണ് സത്യം. പ്രത്യേകിച്ച് ടൈറ്റ് മാച്ച് വരുമ്പോൾ സ്ലെഡ്ജിങ് ചെയ്യുന്നത് വഴി കളിയിൽ മാനസികമായ ആധിപത്യം നേടാനാണ് കളിക്കാർ ശ്രമിക്കാറുള്ളത്. ബാറ്റ് ചെയ്യുന്ന കളിക്കാരൻ്റെ ഏകാഗ്രത നഷ്ടമാക്കി അയാളെ ഔട്ടാക്കാനാണ് മിക്കപ്പോഴും ഗ്രൗണ്ടിൽ സ്ലെഡ്ജിങ് ചെയ്യാറുള്ളത്. സ്ലെഡ്ജിങ് പരിധി വിടുമ്പോൾ അത് തെറിവിളിയായി മാറുന്നതും കണ്ടിട്ടുണ്ട്. ഹർഭജൻ സൈമൺ ഇഷ്യൂ അതിൽ ചിലത് മാത്രമാണ്. ക്രിക്കറ്റിൽ ഓസ്ട്രേലിയയാണ് സ്ലെഡ്ജിങ്ങിന്റെ ആശാമാർ. എന്നാൽ നിലവിൽ കളിയുടെ സ്വഭാവം പോലെ മിക്ക ടീമിലെയും കളിക്കാർ പ്രകോപനം സൃഷ്ടിക്കാൻ നോക്കുന്നത് സ്ഥിരം കാഴ്ചയാണ്. ഇത്രയും പറയാൻ കാരണം ഇന്ന് ബുംറയുടെ വാക്ക് മൈക്ക് പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ടതാണ്. സംഗതി ഇതാണ്: ബുംറ എറിഞ്ഞ പന്ത് ബൗമയുടെ കാലിൽ കൊണ്ട് അത് LBW അപ്പീൽ ചെയ്ത് അമ്പയർ നോട്ടൗട്ട് വിളിച്ചു. ഇന്ത്യൻ ടീം DRS എടുക്കണോ എന്ന് ചർച്ച ചെയ്തു. ബൗമയുടെ പേടിന് മുകളിലാണ് ആ പന്ത് കൊണ്ടത്. ഈ സമയത്ത് ബൗമ ഒരു ഗുള്ളനാണെന്നാണ് ബുംറ ഹിന്ദിയിൽ പറഞ്ഞത്. അത് സ്റ്റെമ്പ് മൈക്കിലൂടെ എല്ലാവരും കേട്ടു. ജഡേജടക്കമുള്ളവർ ആ കമന്റിന് ചിറിച്ചു നിൽക്കുന്നതും കാണാൻ പറ്റും. എന്തു തന്നെയായാലും ബോഡി ഷെയ്മിങ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു കമന്റ് ബുംറയിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് 100% തെറ്റ് തന്നെയാണ്. ഉയരക്കുറവുണ്ടെങ്കിലും ബൗമ സൗത്ത് ആഫ്രിക്കക്ക് ആദ്യമായി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് നേടിക്കൊടുത്ത ക്യാപ്റ്റനാണ്. നിലവിൽ അവരുടെ മികച്ച ടെസ്റ്റ് ബാറ്ററും അയാൾ തന്നെയാണ്. ഉയരത്തിന്റെ കണക്കെടുത്താൽ ക്രിക്കറ്റിലെ ഭൂരിപക്ഷം ബാറ്റിംഗ് റെക്കോർഡും കയ്യിലുള്ളത് ഉയരം കുറവുള്ള ഒരു മനുഷ്യന്റെ പേരിലാണെന്നത് നിങ്ങൾ ഓർത്തുപോകണം. സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കറുടെ. ഫുട്ബോളിലും അത്തരത്തിൽ ഒരാളുണ്ടായിരുന്നു, ജർമ്മനിയുടെ ഫിലിപ്പ് ലാം. 2014 ജർമ്മനിക്ക് ലോക കിരീടം നേടിക്കൊടുത്തത് അയാളായിരുന്നു. അവരെല്ലാം തങ്ങളുടെ പരിമിതിക്കുള്ളിൽ നിന്ന് കഠിനാധ്വാനം ചെയ്ത് മികച്ച കരിയർ ഉണ്ടാക്കിയവരാണ്. അത്തരക്കാരെ പരിഹാസം കൊണ്ട് കീഴ്പ്പെടുത്താനാവില്ലെന്ന തിരിച്ചറിവ് പരിഹസിക്കാൻ ഇറങ്ങുന്നവർക്ക് ഇല്ലെന്നുള്ളതാണ് സത്യം. ക്രിക്കറ്റിൽ സഭ്യമായ തരത്തിലുള്ള സ്ലെഡ്ജിംഗ് ഒക്കെ രസകരമായ കാര്യങ്ങളാകും. പക്ഷേ അത് അതിരുവിടുന്നത് കളിക്കാർ ശ്രദ്ധിക്കുമ്പോൾ മാത്രമേ ക്രിക്കറ്റിന് ഒരു ജെന്റിൽമാൻ ഗെയിം എന്ന ഇമോജൊക്കെ ചാർത്തി കൊടുക്കാൻ സാധിക്കുകയുള്ളൂ.